മക്കം ഫത്തഹിന്റെ ശേഷമാണ് ഗസ്വത്ത് ഹുനൈൻ നടക്കുന്നത്. അതിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ഗനീമത്ത് സമ്പത്ത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമ്പത്ത് വിഹിതം വച്ചപ്പോൾ പ്രത്യേകിച്ച് ഖുറൈശികളെ പരിഗണിക്കുകയും ഖുറൈശികൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇപ്പോൾ മുസ്ലിമാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഓരോരുത്തർക്കും 100 ഒട്ടകം വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്തിൽ നിന്ന് നൽകി. ഇതിൽ അൻസാരികളായ സ്വഹാബികളുടെ ഇടയിൽ ചർച്ചകളുണ്ടായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളായ സ്വഹാബികളെ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. അല്ലാഹുമ്മ റഹം അബ്നാ അൽ അൻസാർ, അല്ലാഹുമ്മ റഹം അബ്നാ അൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അൻസാരികൾക്കും അൻസാരികളുടെ സന്താന പരമ്പരകൾക്കും വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്തപ്പോൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീതം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ് താടി നനയുന്ന രീതിയിൽ സ്വഹാബികളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി എന്ന് ചരിത്രം. മക്കം ഫത്തഹിന്റെ ശേഷം പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ടും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും ഒരുപാട് ആളുകൾ വന്നു. അതോടൊപ്പം തന്നെ പല ഭാഗത്തേക്കും പല സരീയത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുകയും ചെയ്തു. ഹിജ്റയുടെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ താൻ ഹജ്ജിന് പോകാൻ തീരുമാനിച്ച വിവരം സ്വഹാബികളെ അറിയിച്ചു. സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങളും അങ്ങയോടൊപ്പം ഹജ്ജിന് വരുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഖഅദ 23-ാം തീയതി വ്യാഴാഴ്ച മദീനയിൽ നിന്ന് 1.25 ലക്ഷം സ്വഹാബികളുമായി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. സാധാരണ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത് വ്യാഴാഴ്ച ദിവസങ്ങളായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹർ നിസ്കാരത്തിന് ശേഷം മദീനയിൽ നിന്ന് പുറപ്പെടുകയും 5 കിലോമീറ്റർ ദൂരെയുള്ള ദുൽഹുലൈഫ എന്ന സ്ഥലത്തെത്തി സ്വഹാബികളോടൊപ്പം അസ്ർ നിസ്കരിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ തന്നെ താമസിച്ചു. പിറ്റേ ദിവസം ളുഹർ നിസ്കാരത്തിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാമിന്റെ കുളി കുളിച്ച് അത്തർ പുരട്ടി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഇഹ്റാം കെട്ടുകയാണ് ദുൽഹുലൈഫയിൽ നിന്ന്. 1.25 ലക്ഷം സ്വഹാബത്തും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന തക്ബീറുമായി പരിശുദ്ധമായ മക്കയിലേക്ക് സ്വഹാബത്തുൽ കിറാം അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നീങ്ങി. ഈ സമയം മദീനയിൽ അബൂ ദുജാനത്തു സാഇദി റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിരുന്നത്. മക്കയുടെ തൊട്ടടുത്തുള്ള ദൂത്വ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇറങ്ങുകയും അവിടെ ആ രാത്രി താമസിക്കുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം രാവിലെ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി കുളിച്ച് മക്കയുടെ ഉയർന്ന ഭാഗത്തിലൂടെ പരിശുദ്ധമായ മക്കയിലേക്ക് പ്രവേശിച്ചു. കഅബാലയം ലക്ഷ്യമാക്കി നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ 4-ന് ഞായറാഴ്ച ദിവസമായിരുന്നു മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത്. അതും ഇന്ന് ബാബുസ്സലാം അറിയപ്പെടുന്ന അന്നത്തെ ബാബു ഷൈബയിലൂടെ. ആ വാതിലിനൊരു ചരിത്രമുണ്ട്. ഖുറൈശികൾ കഅബ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ആരാണ് അതിന്റെ യഥാസ്ഥാനത്ത് വയ്ക്കുക എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ പരിഹാരം പറയേണ്ട ആൾ ബനു ഷൈബ ഗേറ്റിലൂടെ കടന്നു വരുമെന്ന് പറഞ്ഞ് ഖുറൈശികൾ കാത്തിരുന്നപ്പോൾ ആ വാതിലിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നതും പരിശുദ്ധ കഅബാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജറുൽ അസ്വദ് എന്ന കല്ല് അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൈകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് വെക്കുകയും ചെയ്തത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്ത് സഈ നിർവഹിച്ചതിന്റെ ശേഷം മക്കയുടെയും മിനയുടെയും ഇടയിലുള്ള അബുത്തഹ് എന്ന സ്ഥലത്ത് പോയി 4 ദിവസം താമസിച്ചു. പിന്നീട് അവിടെ നിന്ന് ഹജ്ജിന്റെ അഅ്മാലുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പൂർത്തിയാക്കി. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തു നിന്ന് കൊണ്ടുവന്ന 100 ഒട്ടകങ്ങളിൽ 63 ഒട്ടകങ്ങളെ പരിശുദ്ധമായ റസൂലുള്ളാഹി തങ്ങളുടെ കൈകൾ കൊണ്ട് അറുക്കുകയും ബാക്കിയുള്ള ഒട്ടകങ്ങളെ അറുക്കാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഹജ്ജിന്റെ അഅ്മാലുകളൊക്കെ പൂർത്തീകരിച്ച് ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുടി കളഞ്ഞു.
എന്നിട്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അഖ്സിംഹു ബൈനന്നാസ്, ഈ മുടി ആളുകൾക്ക് വിതരണം ചെയ്യുക. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ 4 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് അറഫ മൈതാനിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബത്തുൽ വദാ ആയിരുന്നു. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മാനവിക മൂല്യങ്ങളെ മുഴുവനും ഉയർത്തിപ്പിടിക്കുന്ന, ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഖുത്ബത്തുൽ വദാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, വഅൻതും തുസ്അലൂന അന്നി ഫമാദാ തഖൂലൂൻ. സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അങ്ങയുടെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു തന്നിട്ടുണ്ടെന്നും ഞങ്ങളോട് നസീഹത്ത് നൽകിയിട്ടുണ്ടെന്നും ഞങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്കും പിന്നെ ജനങ്ങളിലേക്കും ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി. ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെയുള്ള ആളുകൾ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഈ വിവരം കൈമാറട്ടെ. ഈ അറഫ മൈതാനിയിൽ വെച്ചാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണതയെ കുറിക്കുന്ന അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് അവതീർണമാകുന്നത്. പിന്നീട് ദുൽഹിജ്ജ 14 കഅബയിൽ പോയി വിദാഇന്റെ തവാഫ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ഹജ്ജത്തുൽ ഇസ്ലാം അഥവാ ഹജ്ജത്തുൽ വദാ.